ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് മലയാളം. മ്യൂച്വൽ ഫണ്ടിൽ റിട്ടേൺ കൂട്ടാനുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വഴി പറഞ്ഞു തരികയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. മ്യൂച്വൽ ഫണ്ടിൽ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ കൂട്ടാനായിട്ട് സാധിക്കും. ഞാനൊരു ഉദാഹരണത്തിന് എൻ്റെ അക്കൗണ്ട് വെച്ച് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ്, എന്തിനാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന ക്വസ്റ്റ്യനോടെയാണ് തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കുക, ഞാൻ എന്തിനാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ ലക്ഷ്യം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യേണ്ടത് അവരുടെ ആവശ്യത്തിന് അനുസരിച്ചായിരിക്കണം. ഞാനിവിടെ കാണിക്കുന്ന എൻ്റെ ഈ ഉദാഹരണം ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഐഡിയ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് കാണാം ഇക്വിറ്റി 64.4%. ഇവിടെ നമുക്ക് കാണാം ഡെപ്റ്റ് 23.2%. ഇവിടെ കാണാം ഹൈബ്രിഡ് 10.4%. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയെ ബ്രോഡ്ലി ആയിട്ട് ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ കാറ്റഗറി ആയിട്ട് തിരിക്കാം. എന്നാൽ പോർട്ട്ഫോളിയോയുടെ ബേസിക് ചെക്കിംഗ്, അതായത് ഏറ്റവും ആദ്യത്തെ പ്രൈമറി ചെക്കിങ് ഈ മേഖലകളിലാണ് വരേണ്ടത്. മിക്കവരുടെയും പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റിയിൽ വളരെ കൂടുതൽ പേഴ്സൻറ്റേജ് കാണും. എൻ്റെതിലും ഏറ്റവും കൂടുതലുള്ളത് ഇക്വിറ്റിയിലാണ്. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം റിട്ടയർമെൻ്റ് ആണ്. അതായത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ എൻ്റെ ക്യാഷ് കൊണ്ടുള്ള ആവശ്യങ്ങൾ ഫുള്ളും മ്യൂച്വൽ ഫണ്ട് ഫുൾഫില്ല് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇനിയും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതുണ്ട്. അതിനാണ് ഞാൻ SIP ചെയ്യുന്നത്. ഇവിടെ ഞാൻ എന്ന വാക്ക് പലവട്ടം ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ഭയങ്കരനാണ് എന്നൊന്നും വിചാരിച്ച് കളയരുത്. എക്സാമ്പിൾ പറയുന്നത് കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. എനിക്ക് ശരിക്കും ഞാൻ എന്നുള്ള വാക്ക് ഒരുപാട് ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. ചെറുപ്പം മുതലേ ഇഷ്ടമല്ല. കാരണം അത് കേൾവിക്കാരിൽ നമ്മളൊരു വലിയ ആളാണ് എന്നുള്ളൊരു ഫീലിംഗ് അത് കൊണ്ടുവരും. ഇപ്പോൾ എൻ്റെ തന്നെ ഈ എക്സാമ്പിൾ കാണിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് ഉപയോഗിച്ചതാണ്. 60 വയസ്സുള്ള ഒരാൾ, അതായത് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ആയി. അദ്ദേഹത്തിന് ഈ അലോക്കേഷൻ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എൻറ്റയർ എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ അലോക്കേഷൻ ശരിയല്ല. എനിക്ക് 40 വയസ്സായി. 60 വയസ്സിലേക്ക് ഇനി 20 വർഷം കൂടിയുണ്ട്. പക്ഷേ ഞാനും ആഗ്രഹിക്കുന്നത് നേരത്തെ റിട്ടയർ ചെയ്യണം എന്നാണ്. ഒരു 50 വയസ്സിലൊക്കെ റിട്ടയർ ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ ഒരു പണി എടുക്കാതെ വെറുതെ ഇരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ അതിനായിട്ട് പ്ലാൻ ചെയ്യുന്നു. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം കൂടെ ഈ ഫിനാൻഷ്യൽ മേഖലയിൽ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്തു എന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റികളിൽ നിന്ന് ഒഴിവായി നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ വേണമല്ലോ. അത് എല്ലാവരുടെയും ജീവിതത്തിൽ അത്യാവശ്യമാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് റിട്ടയർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കാം. എനിക്ക് സന്തോഷം കിട്ടുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും ഈ ആക്ടിവിറ്റി തുടർന്ന് കൊണ്ടുപോകും. ഒരു മനുഷ്യൻ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വീണ്ടും നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് തിരിച്ചു വരാം. 60 വയസ്സായ ഒരാളുടെ പോർട്ട്ഫോളിയോയിൽ ഒരുപക്ഷെ ഡെപ്റ്റ് അല്ലെങ്കിൽ ഹൈബ്രിഡ് മാത്രമേ കാണൂ, അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പാടുള്ളൂ. ഇക്വിറ്റിയിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ ഒന്നെങ്കിൽ പേഴ്സൻറ്റേജ് വളരെ കുറവായിരിക്കണം, അല്ലെങ്കിൽ മറ്റ് ഇൻകം സോഴ്സ് അദ്ദേഹത്തിന് ഉണ്ടാവണം. അപ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരു ഇൻകം സോഴ്സും ഇല്ല, മ്യൂച്വൽ ഫണ്ട് മാത്രമേ ഉള്ളൂ. 100% ഇക്വിറ്റിയിൽ ഇടുന്നത് നല്ലതാണോ? അല്ല. അതിന് ഉദാഹരണം നമുക്ക് ഇപ്പോൾ തന്നെ മുന്നിലുണ്ട്. ഈ ഒരു വർഷം നമ്മുടെ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് ഒരു റിട്ടേണും തന്നിട്ടില്ല. എന്നാൽ SIP ചെയ്യുന്നവർക്ക് ചെറിയ റിട്ടേൺ ഉണ്ടാവും. SIPയിൽ തന്നെ ഏറ്റവും നല്ലത് ഡെയിലി SIP ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു പോയപ്പോൾ അത് പറഞ്ഞതാണ്, പലരും അത് ചോദിക്കുന്നുണ്ട്. ആക്റ്റീവായിട്ട് ഡെയിലി SIP ചെയ്യുന്നവർ വളരെ പെട്ടെന്ന് പ്രോഫിറ്റിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റാണ്. നമ്മുടെ മാർക്കറ്റിലെ കറക്ഷൻ ഒരു വർഷം സാധാരണഗതിയിൽ നീണ്ടു നിൽക്കാറില്ല. ഏതാനും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കറക്ഷൻസ് ഒരുപാട് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകാറുണ്ട്. സോ അവിടെ മന്ത്ലി SIPനെ കഴിഞ്ഞ് ബെറ്റർ ഡെയിലി SIP ആണ്. ഇത് ഓരോ രാജ്യങ്ങളനുസരിച്ച് മാറുമായിരിക്കും. ഞാൻ പ്രാക്ടിക്കലി ഈ ഡെയിലി SIP ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി 40 വയസ്സായിട്ടുള്ള എന്നെപ്പോലെ ഒരാൾക്ക് ഈ ഒരു പോർട്ട്ഫോളിയോ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ, അതായത് ഡെപ്റ്റിൽ 23%, അത് ഞാൻ 25 ഉദ്ദേശിച്ചത്, അങ്ങനെ മാറി മാറി വരുന്നതാണ്. ഇക്വിറ്റിയിൽ 66%, ഹൈബ്രിഡിൽ 10%. 40 വയസ്സായ ഒരാൾക്ക് ഇത് ഓക്കെയാണ്, ഈ പോർട്ട്ഫോളിയോ ഓക്കെയാണ്. ഇനി ചെറിയ പ്രായത്തിൽ, ഫോർ എക്സാമ്പിൾ 25 വയസ്സ് 30 വയസ്സിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക്
100% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ ഇത് പ്രായമനുസരിച്ചിട്ടും നമുക്ക് ഇൻകം കിട്ടാനുള്ള മറ്റ് സോഴ്സ് അനുസരിച്ചിട്ടും ഈ ഒരു അലോക്കേഷനിൽ വ്യത്യാസം വരും. ഇതിൽ വ്യത്യാസം വരുന്നത് നമ്മുടെ റിട്ടേണെ ബാധിക്കും. ഇപ്പോഴും മാർക്കറ്റ് അതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിലും താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആനുവലൈസ്ഡ് CAGR 12.46 നമ്മൾ കാൽക്കുലേഷന് വേണ്ടി സാധാരണ 12 ഉപയോഗിക്കുന്നത്. അതിനെക്കഴിഞ്ഞും കുറച്ച് കൂടുതൽ റിട്ടേണേ ഉള്ളൂ. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് അതിൻ്റെ ഹൈയിലേക്ക് പോവുകയാണെങ്കിൽ ഈ റിട്ടേൺ വളരെ ഫാസ്റ്റായിട്ട് ഷൂട്ടപ്പ് ചെയ്യും. 15, 16, 17 ഒക്കെ ആവാം. പക്ഷേ അതിൽ കാര്യമില്ല. മാർക്കറ്റ് ആകുമ്പോൾ വോളറ്റൈലാണ്. അത് റിട്ടേൺ കൂടുതലും കുറവും കിട്ടാം. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെടും. 25-30 വയസ്സുള്ള ഒരു വ്യക്തി ഇക്വിറ്റി മാർക്കറ്റിൽ മാത്രമായിട്ട് ഡെയിലി SIP ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഡെയിലി 1000 അല്ലെങ്കിൽ 2000 രൂപ അദ്ദേഹം ചെയ്യുകയാണ്. അതിൽ കൂടുതലും ചെയ്യാം, കുറവും ചെയ്യാം. അപ്പോൾ അദ്ദേഹം ഡെയിലി SIP ചെയ്യുകയാണ്. ഇക്വിറ്റിയിലെ ഹൈ റിസ്ക് ഉള്ള ഫണ്ടിലാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ ഫണ്ട് നല്ലതാണ് എങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന റിട്ടേൺ വളരെ കൂടുതലായിരിക്കും. 50 വയസ്സുള്ള ഒരാൾ ആ റിട്ടേൺ മോഹിച്ചിട്ട് ആ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര വയസ്സായിട്ടുള്ള തീരുമാനമല്ല. ഇനി ഏതൊരു പ്രായക്കാർക്കും ഇതിൽ റിട്ടേൺ കൂട്ടാനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഒന്ന്, അദ്ദേഹം ഡെപ്റ്റിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം. ഹൈബ്രിഡ് ഓക്കെയാണ്. ഒരു മിഡ് ക്യാപ്പ് ഫണ്ടിനെ അപേക്ഷിച്ചിട്ട് റിസ്ക് കുറവാണ് ഹൈബ്രിഡ് ഫണ്ടിന്. പല ഹൈബ്രിഡ് ഫണ്ടുകളും മാർക്കറ്റ് അതിൻ്റെ ഹൈ പോയിട്ടില്ല. എന്നാൽ ആ ഫണ്ടുകൾ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈബ്രിഡ് ചെയ്യുന്നത്. റിട്ടേൺ കുറച്ച് കുറവായിരിക്കും. ഇനിയിപ്പോൾ ഈ 3 കാറ്റഗറിയിൽ ഇക്വിറ്റി, ഡെപ്റ്റ്, ഹൈബ്രിഡ്, ഇതിലേറ്റവും കൂടുതൽ റിസ്ക് കുറവുള്ളത് ഡെപ്റ്റിലാണ്. അറിയാലോ അല്ലേ? അത് കഴിഞ്ഞിട്ട് റിസ്ക് കുറവുള്ളത് ഹൈബ്രിഡിലാണ്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഇക്വിറ്റിയിലാണ്. ഇനി നമ്മുടെ റിട്ടേൺ കൂട്ടാനുള്ള മാർഗം ഈ CAGRമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ പറഞ്ഞു CAGR 16, 17 ഒക്കെ ആകുന്ന സമയമുണ്ടാവും. മാർക്കറ്റ് അഗ്രസീവായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ സമയം ഉണ്ടാകുക. എൻ്റെ ഈ പോർട്ട്ഫോളിയോയിലും അങ്ങനത്തെ സാഹചര്യം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുണ്ട്. ഈ കൊല്ലം അങ്ങനെ ഒരു സാഹചര്യം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഒന്നാമത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് 10% താഴേക്ക് നമ്മുടെ ആനുവലൈസ്ഡ് ഗ്രോത്ത് കുറഞ്ഞു വരുമ്പോൾ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂട്ടുക എന്നുള്ളതാണ്. ഒരു 15% മുകളിലേക്ക് നമ്മുടെ CAGR 16, 17 ഒക്കെ ആകാം കേട്ടോ. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്റ്റിലേക്ക് കൂട്ടുക എന്നുള്ളതാണ്, അതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തത്തിൽ മാറ്റാനല്ല. നമ്മളിപ്പോൾ റണ്ണിങ് SIP പോകുന്നുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ, എക്സ്ട്രാ ആയിട്ട് നമ്മൾ കുറച്ച് ക്യാഷ് മാറ്റി വെക്കുമല്ലോ. ഞാൻ ആ മാറ്റി വെച്ചിട്ടുള്ള ക്യാഷാണ് ഈ 23%. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് മാറ്റി വെച്ചതെന്ന് ചോദിച്ചാൽ, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇതിൽ നിന്ന് STP വഴി ഇക്വിറ്റിയിലേക്ക് മാറ്റും. അതിനാണ് ഞാൻ ശരിക്കും മാറ്റി വെച്ചേക്കുന്നത്. ഇങ്ങനെ ക്യാഷ് മാറ്റാൻ പറയുമ്പോഴും ഒറ്റയടിക്കല്ല ക്യാഷ് മാറ്റേണ്ടത്. മറിച്ച് ഇതുപോലെ ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്കാണ് ക്യാഷ് മാറ്റേണ്ടതെങ്കിൽ STP ഡെയിലി മാറ്റുന്ന സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യണം. അത് ഡെയിലി മാറ്റുന്ന രീതിയിൽ ചെയ്യണം. കാരണം ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു 3 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന കറക്ഷൻ, 1 മാസം നീണ്ടു നിൽക്കുന്ന കറക്ഷൻ, 5-6 മാസം നീണ്ടു നിൽക്കുന്ന കറക്ഷൻ വളരെ കുറവാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ മന്ത്ലി STP ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഡെയിലി ആകുമ്പോൾ അത് നല്ലൊരു എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഡെയിലി 1000 രൂപയോ മറ്റോ അല്ലെങ്കിൽ 2000 ആകാം. അങ്ങനെ ഒരു എമൗണ്ട് നമ്മൾ കറക്ഷൻ തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും നമുക്കറിയില്ല. അപ്പം നീണ്ടു നിന്ന് നമ്മുടെ ഒരു ഫണ്ടിൽ നല്ലൊരു പ്രോഫിറ്റ് ആകുമ്പോൾ ഈ STP നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ പോയിന്റ് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് അസറ്റ് പ്ലസിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ 24 തരം മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ പഠിച്ചിരിക്കണം ഏതൊക്കെയാണ് എന്നുള്ളത് അല്ലേ? അതിൻ്റെ ഒരു 10ഓളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് മുകളിൽ കൊടുക്കാം. ആ ഫണ്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളിൽ ഓരോരുത്തരും വിശദമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കാം. സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ETF-ലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ വണ്ണിൽ അല്ലെങ്കിൽ അപ്സ്റ്റോക്സിലൊക്കെ അക്കൗണ്ട് എടുക്കാം. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മുടെ ക്ലയൻസിൻ്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ, അതായത് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് എടുക്കുന്നവരുടെ മാത്രമാണ് കേട്ടോ, എല്ലാവരുടെയും നോക്കാനുള്ള സമയമില്ല. അപ്പോൾ അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അവരെ സഹായിക്കാറുണ്ട്. അക്കൗണ്ട് എടുത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ട് അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോയ്ക്ക് ഒരു പരിപൂർണ പിക്ചർ കിട്ടാനായിട്ട് കുറച്ച് ഡീറ്റെയിൽ കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് മറന്നിട്ടില്ലല്ലോ അല്ലേ? ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു.
നമ്മുടെ CAGR കൂടുന്ന സമയത്ത് ഡെപ്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുകയും നമ്മുടെ ഇക്വിറ്റിയുടെ CAGR, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ഈ ഒരു ആനുവലൈസ്ഡ് ഗ്രോത്ത് കുറയുന്ന സമയത്ത് 10 താഴേക്കാകുന്ന സമയത്ത് ഇക്വിറ്റിയിൽ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അതിനുള്ള പണം നിങ്ങൾ ഡെപ്റ്റ് വഴി സൂക്ഷിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഴ്സിൽ സൂക്ഷിച്ചു വയ്ക്കുകയോ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ ഇക്വിറ്റിയിൽ, ആ സമയത്ത് ഏറ്റവും നല്ല ഓപ്ഷൻ ഡെയിലി SIP ആണ്. ഇപ്പോൾ ബാങ്കിലാണ് ക്യാഷ് ഉള്ളതെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഡെയിലി SIP ആയിട്ട് ഒരു 2-3 മാസം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിനുള്ള പൈസ നമ്മൾ കരുതി വെക്കണം. എന്നിട്ട് മാർക്കറ്റുള്ള ദിവസം ഡെയിലി SIP ആയിട്ട് ഇക്വിറ്റിയിലേക്ക് പമ്പ് ചെയ്യുക. ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഡെപ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇക്വിറ്റി ചെയ്താലൊന്നും കുഴപ്പമില്ല. പക്ഷേ മാർക്കറ്റ് താഴേക്ക് 10% താഴേക്കാകുമ്പോൾ ഈ പറയുന്ന ഇക്വിറ്റിയിൽ ചെയ്യണം. അതിന് പല മാർഗ്ഗങ്ങൾ, ഇപ്പം ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഞാനിവിടെ ഡെപ്റ്റിൽ വെച്ചേക്കുന്നത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡെയിലി SIP തന്നെ. അപ്പോൾ അങ്ങനെ നമുക്കൊരു കരുതൽ ശേഖരം വെക്കാം. ഇപ്പോൾ ഡെപ്റ്റിൽ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്, 7-8% ഒക്കെയാണ് ഇയർലി കിട്ടൂ. എന്നിട്ടും നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എമർജൻസി സിറ്റുവേഷൻസ്, മാർക്കറ്റിൽ കറക്ഷൻസ് വരും. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ ഈ പണം നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. 60 വയസ്സായ ഒരാളുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മെജോറിറ്റിയും ഡെപ്റ്റിലും ഹൈബ്രിഡിലും ഒക്കെ ആയിരിക്കും. ഇക്വിറ്റിയിൽ അദ്ദേഹം വളരെ കുറവായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യങ്ങൾ. ഇനി ഒരു സാധനം കൂടി പറഞ്ഞാലേ പൂർണ്ണമാവുള്ളൂ. നമ്മൾ അതിലേക്ക് കിടക്കണം. നമ്മളിപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡ് റിപ്പോർട്ട് എന്ന പറയുന്ന ഈ ഭാഗം കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോർട്ട്ഫോളിയോ റിപ്പോർട്ട് കാണാൻ പറ്റും, ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ട്. ഇതാണ് ടാക്സ് പേ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടൻറ്റിന് കൊടുക്കേണ്ട റിപ്പോർട്ട് കേട്ടോ, ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ട്. ഇത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് ഇത് എടുക്കേണ്ടതെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് ഇതാണ് 25-26 എടുക്കേണ്ടത്. ഈ കൊല്ലം ഫയൽ ചെയ്യാനായിട്ട് ഇനി 3-4 ദിവസമേ ഉള്ളൂ ഫയൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 2024-25 ഇനി സേവ് കൊടുക്കുക. എന്നിട്ട് റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. PDF ഫോർമാറ്റിലും Excel ഫോർമാറ്റിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇൻക്ലൂഡ് എക്സ്റ്റേണൽ ഹോൾഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ റിപ്പോർട്ട് കൂടി അതിൽ വരും. അസറ്റ് പ്ലസ്സിലുള്ളത് മാത്രമല്ല പുറത്തുള്ളതും വരും. അപ്പോൾ നിങ്ങൾക്ക് അസറ്റ് പ്ലസ് മാത്രം ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന ടാക്സ് ഫയൽ ചെയ്യുന്നവർക്ക് റിപ്പോർട്ട് ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ട് എടുക്കാനായിട്ട് സാധിക്കും. അവിടെയെല്ലാം പോയി എടുക്കണമെന്നില്ല, ഇവിടുന്ന് ഒറ്റ സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് അവിടുത്തെ എല്ലാം റിപ്പോർട്ട് ഒറ്റ പേജിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. പേജ് കൂടുതലുണ്ടാകും കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ ഒറ്റ ഫയലിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് വേണ്ടത് പോർട്ട്ഫോളിയോ റിപ്പോർട്ടാണ്. ഇത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ക്ലയൻസിൻ്റെയൊക്കെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്തിട്ട് പുതിയ ഫണ്ടുകൾ സജസ്റ്റ് ചെയ്യില്ലേ, അല്ലെങ്കിൽ നിലവിലുള്ള ഈ മോഡിഫിക്കേഷൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ പോർട്ട്ഫോളിയോ റിപ്പോർട്ട്. അപ്പോൾ ക്ലയൻസ് എന്ത് ചെയ്യണം, പുറത്തുള്ള മ്യൂച്വൽ ഫണ്ട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് ആപ്പിലേക്ക് ആഡ് ചെയ്ത് ട്രാക്ക് ചെയ്യുന്നേ ഉള്ളൂ, അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടന്നോളും. പക്ഷേ ഇവിടെ ട്രാക്ക് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ കിട്ടും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം കുറേ ഓപ്ഷൻസ്. അസറ്റ് പ്ലസ് ഹോൾഡിങ്, എക്സ്റ്റേണൽ ഹോൾഡിങ്, അതർ അസറ്റ്സ്, അതായത് FD മറ്റും ഉണ്ടോ എന്നുള്ളതാണ്. ബാങ്കിലുള്ള FD നമുക്ക് കാണാൻ പറ്റില്ല. അസറ്റ് പ്ലസ്സിൽ കൂടെ നമുക്ക് FD ചെയ്യാൻ പറ്റും, അത് നമുക്കിവിടെ കാണാനും പറ്റും. പിന്നെ ഇൻക്ലൂഡ് 0 ഫോളിയോസ്, ചില ഫണ്ടുകൾ നമ്മൾ പൂർണ്ണമായും വിറ്റിട്ടുണ്ടാവും, എന്നാൽ ആ ഫോളിയോ നമ്പർ നമ്മുടെ പേരിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകൾ ഉൾപ്പെടുത്തണോ വേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അസറ്റ് പ്ലസ് ഹോൾഡിങ്ങും എക്സ്റ്റേണൽ ഹോൾഡിങ്ങും ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. PDF ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ PDFൽ ടിക്ക് കൊടുക്കുക, Excel ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ Excelൽ ടിക്ക് കൊടുക്കുക. എന്നിട്ട് നേരെ ഡൗൺലോഡ് കൊടുക്കുക, അല്ലെ സെൻഡ് ഇമെയിൽ കൊടുക്കുക. സെൻഡ് ഇമെയിൽ കൊടുത്താൽ ഇമെയിലിലേക്ക് നമുക്ക് ഈ റിപ്പോർട്ട് വരും. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനറിലേക്ക് പോവാം. നമ്മുടെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പേജാണിത്. ഇവിടെ എൻ്റെ തന്നെ പേര് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. അതേപോലെ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫോൺ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അത് ഈ റിപ്പോർട്ടിൽ വരുന്നതാണ്. കാരണം എൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഞാൻ തന്നെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പേര് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേരും ഇവിടെ എൻ്റെ പേരും ഫോൺ നമ്പറും ഒക്കെ ആയിരിക്കും വരിക. ഇത് വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ മറ്റൊരു ഫോൺ നമ്പറാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത്, ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇതുള്ളി നമ്മുടെ ക്ലയൻസിൻ്റെ പോർട്ട്ഫോളിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ആംഫി രജിസ്റ്റേർഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്നും ലൈസൻസ് നമ്പറും. എൻ്റെ XIRR
അതായത് നമുക്ക് പെർ ഇയർ കിട്ടുന്ന റിട്ടേൺ ഇവിടെ കാണാം. ഇത് കുറവാണ് എന്ന് കാണാം. കാരണം മെജോറിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഞാൻ നടത്തിയിരിക്കുന്നത് ഈ ഒരു കറക്ഷൻസിലാണ്. അപ്പോൾ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് റിട്ടയർമെൻ്റ് ആണ്. അടുത്ത ഒരു 10 വർഷത്തേക്ക് നല്ലൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വ്യൂ. എന്നാൽ എനിക്ക് അധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെപ്റ്റ്, ഹൈബ്രിഡ്, ഇക്വിറ്റി, പിന്നെ അതർ ഫണ്ട്സ്, ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് മ്യൂച്വൽ ഫണ്ട് അലോക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. എന്നാൽ മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് പോകുമ്പോൾ ഈ റിട്ടേൺ ഇവിടെ കൂടുന്നുണ്ടാവും. അബ്സല്യൂട്ട് റിട്ടേൺ കുറഞ്ഞിരിക്കാൻ കാരണം ഇൻവെസ്റ്റ്മെൻറ്റുകൾ റീസെൻ്റ്ലി ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇക്വിറ്റിയിൽ നിന്ന്, അതായത് ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്, ഡയറക്റ്റ് സ്റ്റോക്കുകൾ കേട്ടോ. ആ സ്റ്റോക്കിൽ നിന്ന് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റിയതാണ്. പ്രായമാകും തോറും നമ്മളങ്ങനെ മാറ്റണം. അതുകൊണ്ടാണ് അബ്സല്യൂട്ട് റിട്ടേൺ ഇവിടെ കുറഞ്ഞിരിക്കുന്നത്. അത് കാര്യമാക്കേണ്ടതില്ല. എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 10 വർഷമാണ്. അപ്പോൾ ഫസ്റ്റ് പേജിൽ ഈ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ സെക്കൻഡ് പേജിലേക്ക് പോവുകയാണ്. സെക്കൻഡ് അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഫണ്ടിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം 79 ഫണ്ട്സാണ് ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. അത് മൊത്തം നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഏതൊക്കെ ഫണ്ടാണെന്നുള്ളത് ഇവിടെ മാറ്ററേ അല്ല, അതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റർ. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട പേജ് എന്ന് പറയുന്നത് നമ്മുടെ അലോക്കേഷൻസ് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകളിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ താഴേക്ക് പേജുകളുണ്ട്. ഞാൻ ആ ഫസ്റ്റ് പേജിൽ നമുക്ക് ഈ ഭാഗം മതി. ഇപ്പോൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പിൽ 16.2%, സ്മോൾ ക്യാപ്പിൽ 20%, സെക്ടോറൽ അല്ലെങ്കിൽ തീമാറ്റിക്കിൽ 22% അലോക്കേഷൻസാണ് എനിക്കുള്ളത്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ അലോക്കേഷൻസ് ഉള്ളത് സെക്ടോറൽ അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ട്സിലാണ് എന്ന് കാണാൻ പറ്റും. ഇത് കറക്റ്റാണോ? ഇത് കറക്റ്റല്ല. ഈ അലോക്കേഷൻ അത്ര കറക്റ്റല്ല. കാരണം ഞാൻ പ്രായം കുറഞ്ഞപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് തീമാറ്റിക്കിൽ. ഇപ്പോൾ ഞാൻ തീമാറ്റിക്കിൽ നിന്ന് മെല്ലെ മാറുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ കുറച്ച് അലോക്കേഷൻസേ അതിൽ വെക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നോക്കുക, നിങ്ങളുടെ പ്രായമായിട്ട് നോക്കിയിട്ട് ഓക്കെ ആണോ എന്ന് നോക്കുക. അപ്പോൾ എനിക്കിത് ഓക്കെ അല്ല. സോ 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറ്റുന്നുണ്ടാകും. ഒന്നെങ്കിൽ ഞാനത് സ്വിച്ച് ചെയ്ത് മാറ്റും, അല്ലെങ്കിൽ STP ചെയ്ത് മാറ്റും, അല്ലെങ്കിൽ റെഡീം ചെയ്യും. ഇതിനൊന്നും ഓപ്ഷൻ ഇല്ല എങ്കിൽ ഇതിലെല്ലാം ഓപ്ഷനുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഫണ്ട് കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ റെഡീം ചെയ്യണമെങ്കിൽ ഞാൻ റെഡീം ചെയ്ത് മാറ്റും. അപ്പോൾ വളരെ പ്രായം കൂടിയിട്ടുള്ള ആൾക്കാർക്ക് ഈ സെക്ടോറൽ അല്ലെങ്കിൽ തീമാറ്റിക് അലോക്കേഷൻ വളരെ കൂടുന്നത് നല്ലതല്ല. അപ്പോൾ എൻ്റെ ഈ പോർട്ട്ഫോളിയോയിലും ആ ഒരു അലോക്കേഷൻ വളരെ കൂടിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല. എൻ്റെ പ്രായം അനുസരിച്ച് അത്ര നല്ലതല്ല. എന്നാൽ നിങ്ങൾ വളരെ കുറഞ്ഞ ഏജ് 25 വയസ്സ് 30 വയസ്സൊക്കെ ഉള്ള ആളാണെങ്കിൽ ഓക്കെ ചെയ്യാം. പക്ഷേ അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫണ്ടുകൾ ഹൈ കണ്ണിങ് ആയിരിക്കണം. അല്ലെങ്കിൽ വർഷങ്ങളോളം പ്രോഫിറ്റ് കിട്ടാതെ ഇരിക്കാൻ അത് കാരണമായേക്കാം. ഇനി അടുത്ത് വാല്യൂ ഫണ്ടുകൾ, അതിലൊക്കെ വളരെ അലോക്കേഷൻ കുറവാണ്. ഈ വാല്യൂ ഫണ്ടുകളിലൊക്കെ അലോക്കേഷൻ കൂട്ടുന്നത് നല്ലതാണ്. പിന്നെ ELSS ഫണ്ടുകൾ, അത് ടാക്സ് സേവിങ്ങിന് ആയിട്ട് ഈ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ മൾട്ടി ക്യാപ്പ് ഇവിടെ കാണാൻ പറ്റും. കോൺട്രാ ഫണ്ടുണ്ട്. കോൺട്രാ ഫണ്ട് വളരെ നല്ല ഫണ്ടാണ്, കോൺട്രാ ആൻഡ് വാല്യൂ. അപ്പോൾ ഈ ഫണ്ടുകളിൽ നമുക്ക് പ്രായം കൂടുന്തോറും അലോക്കേഷൻസ് കൂട്ടാം. ഇക്വിറ്റിയാണ്, എന്നാലും അതിൽ തന്നെ റിസ്ക് കുറച്ച് കുറവുള്ളത് കേട്ടോ. റിസ്ക് തീരെ ഇല്ലയെന്നല്ല, എല്ലാത്തിനും റിസ്ക് ഉണ്ട്. പക്ഷേ അതിൽ കുറച്ച് കുറവ് വേണമെങ്കിൽ കോൺട്രാ അല്ലെങ്കിൽ വാല്യൂ ഫണ്ടിൽ ചെയ്യാം. ഒരുപാട് ചെയ്യണ്ട, കാരണം ചില സമയങ്ങളിൽ പെർഫോം ചെയ്യില്ല. അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളാണ് ഉദ്ദേശിച്ചത്. അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇത് കോൺട്രാ. അപ്പോൾ ഈ പേജിൽ വന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ശരിക്കും അനലൈസ് ചെയ്യണം. ഇത് കറക്റ്റാണോ ഞാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് കറക്റ്റ് അല്ല എങ്കിൽ അത് കറക്റ്റാക്കുക. ചിലപ്പോൾ അങ്ങനെ കറക്റ്റാക്കാനായിട്ട് ഞാനിവിടെ ഒരു ടൈം പറഞ്ഞു, 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിത് കറക്റ്റാക്കുക എന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് 1 വർഷം കഴിഞ്ഞതിന് ശേഷം. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? കാരണം മിക്ക ഫണ്ടുകൾക്കും എക്സിറ്റ് ലോഡ് ഉണ്ടാവും. ആ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് മിക്കവാറും 1% ആയിരിക്കും. മിക്കവാറും അത് 1 വർഷത്തിനുള്ളിലായിരിക്കും. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1% നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് 1 വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യാം എന്ന് പറഞ്ഞത്. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഇതിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ, ഇത് നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ 1,25,000 രൂപയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. 1,25,000 രൂപ ലാഭത്തിന്. സോ ഇതിൽ നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ നമുക്കത് ടാക്സ് ഫ്രീ ആയിട്ടും കിട്ടും. അതുകൊണ്ടാണ് ഈ 1 ഇയറിൻ്റെ സംഭവം എടുത്തിട്ട്. എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും എക്സിറ്റ് ലോഡ് ഉണ്ടാവണമെന്നില്ല. എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും കാലാവധി 1 വർഷം ആയിരിക്കണം എന്നുമില്ല. അത് ചെക്ക് ചെയ്യുക കേട്ടോ.
അത് ചെക്ക് ചെയ്യാൻ പറ്റും മറ്റൊരു വീഡിയോ. അസറ്റ് പ്ലസിൽ തന്നെ നമുക്ക് ഫണ്ടിൽ പോയിട്ട് ഫാക്റ്റ് ഷീറ്റ് എടുത്താൽ മതി, വളരെ ഈസിയാണ്, ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക അങ്ങനെ വിഡ്രോ പ്ലാൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ പേജ് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ പേജിൽ നമ്മളിവിടെ കണ്ടത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അസറ്റ് ക്ലാസസ് ആണ്. അതിലെ മ്യൂച്വൽ ഫണ്ട് അലോക്കേഷനാണ് നമ്മൾ കണ്ടത്. വേറെയും പേജുണ്ട്, അതും കൂടെയും ചെക്ക് ചെയ്യണം. അതർ മ്യൂച്വൽ ഫണ്ട് അസറ്റ് ക്ലാസസ്. അപ്പോൾ ഈ പേജും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻഡെക്സിൽ 65% കാണാം. ഫണ്ട് ഓഫ് ഫണ്ട് ഓവർസീസ് ഇതിൽ 2.9% ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ കുറവാണ്. എന്താണ് ഫണ്ട് ഓഫ് ഫണ്ട് ഓവർസീസ്? ഇന്ത്യക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഈ ഫണ്ട് ഓഫ് ഫണ്ട് ഓവർസീസ് എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യക്ക് പുറത്താണ്. അമേരിക്ക, തായ്വാന്, ചൈന, അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ അലോക്കേഷൻ കുറവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കൂട്ടണ്ടേ? ഞാൻ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന, കൂടുതലും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എല്ലാവർക്കും അത് സ്യൂട്ടബിൾ ആകണമെന്നില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 10% ഇൻ്റർനാഷണൽ മാർക്കറ്റിലും, അമേരിക്കയിലും ഈ പറയുന്ന പോലെ ചൈനയിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് വേണമെങ്കിൽ കേട്ടോ. പക്ഷേ ഇവിടെ എൻ്റെ ഒരു ഇതനുസരിച്ച് എനിക്ക് 10% അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അത് ഇവിടെ 2.9% ആണ്. സോ അത് കുറവാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഈ പേജും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വ്യാപിപ്പിക്കാതിരിക്കാം. അമേരിക്കൻ മാർക്കറ്റാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അത് കുറച്ച് താഴ്ന്നിട്ട് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് താഴ്ന്നിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫണ്ട് ഓഫ് ഫണ്ട് ഡൊമസ്റ്റിക് ആണ്. അത് 31.6% ഉണ്ട്. ഓക്കെ, അതായത് ഈ ഇൻഡെക്സും ഈ ഫണ്ട് ഓഫ് ഫണ്ട് ഡൊമസ്റ്റിക്കും ഇത് രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് അതൊരു 97% വരുന്നുണ്ട്. അതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ റിട്ടേൺസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫണ്ട് ഓഫ് ഫണ്ട് ഓവർസീസ് ശരിക്കും ഇത് അമേരിക്കൻ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലാണ് CAGR വളരെ കൂടുതലുള്ളത്. 26.2%. ആ മാർക്കറ്റ് താഴ്ന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തതാണ്. കുറച്ച് കൂടുതൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അബ്സല്യൂട്ട് റിട്ടേൺ തന്നെ അത് 13.3% ഉണ്ട്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ചെയ്യുന്ന അത്ര അഡ്വൈസബിൾ അല്ല. സോ ഞാനിത് പറഞ്ഞു വന്നതാണ് കേട്ടോ. ഈ പേജ് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അസറ്റ് ക്ലാസസ്. ഇത് നമ്മളൊന്ന് കണ്ടതാണല്ലേ, ഇത് കണ്ടതാണ്, അറിയാതെ ഒന്നാണ്. നമുക്ക് അടുത്തത് ഹൈബ്രിഡ് ഫണ്ടുകൾ. അപ്പോൾ ഇവിടുത്തെ അലോക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കണം. ഹൈബ്രിഡ് ഫണ്ടിലെ 3 കാറ്റഗറീസ് ഫണ്ടിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ആ പഠിക്കേണ്ട വീഡിയോ ഇല്ലേ, 24 തരം മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ ആ വീഡിയോ സീരീസ് കാണാത്തവർ കാണുക. അതൊരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10 വീഡിയോസാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. ഇനിയും ബാക്കി ഫണ്ടുകൾ വരുന്നുണ്ട്. 24 മ്യൂച്വൽ ഫണ്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 26 അല്ലെങ്കിൽ 30ഓളം വീഡിയോകൾ വരും അതിൽ. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണുക കേട്ടോ. അപ്പോൾ അതിൽ വിശദമായിട്ട് ഓരോ ഫണ്ടുകളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ 20%, അതായത് ഹൈബ്രിഡിൽ നമ്മളൊരു 10% കണ്ടല്ലോ, ഹൈബ്രിഡിൽ 10%. ഈ 10% എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പേജിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ 20%, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ 24%. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒന്ന്, എന്താണ് ഈ മൾട്ടി അസറ്റ്? മൾട്ടി അസറ്റ് എന്ന് വെച്ചാൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കമ്മോഡിറ്റി. അപ്പോൾ ഈ 3 സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് മൾട്ടി അസറ്റ് ഫണ്ട്. എന്താണ് ഈ ഡൈനാമിക് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്? ഇക്വിറ്റിയിൽ ഒരു പേഴ്സൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, ഫോർ എക്സാമ്പിൾ A എന്നുള്ള പേഴ്സൻറ്റേജ്. ഡെപ്റ്റിൽ മറ്റൊരു പേഴ്സൻറ്റേജോ സെയിം ആകാം, ഗോൾഡിലും മറ്റൊരു പേഴ്സൻറ്റേജ്. അപ്പോൾ ഡൈനാമിക് അസറ്റ് അലോക്കേഷനിൽ മാർക്കറ്റ് സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പേഴ്സൻറ്റേജ്, അതായത് വെയിറ്റേജ് ഫണ്ട് മാനേജർ മാറ്റും. മാർക്കറ്റ് വളരെയധികം താഴ്ന്നിരിക്കുന്ന സമയത്ത് ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുകയും മാർക്കറ്റ് വളരെയധികം ഉയർന്നിരിക്കുന്ന, അതായത് വാല്യുവേഷൻ ഓവർ വാല്യൂഡ് ആകുന്ന സമയത്ത് ഡെപ്റ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ പോർട്ട്ഫോളിയോ ചെയ്യണമെന്ന്, സെയിം അതേ കാര്യങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഫണ്ട് മാനേജേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടുകളാണ് മൾട്ടി അസറ്റ് ഫണ്ടുകൾ. ഇതിപ്പോൾ ഡൈനാമിക് കേട്ടോ. അപ്പോൾ ഡൈനാമിക്കിൽ ഫണ്ട് മാനേജേഴ്സ് ഇത് മാറ്റും. ഈ പേഴ്സൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള
ഒരു പ്രൊവിഷൻ ഫണ്ട് മാനേജേഴ്സിനുണ്ട്. എന്നാൽ ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നില്ല, ഫിക്സ്ഡ് ആയിരിക്കും. ഇക്വിറ്റിയിൽ ഇത്ര പെർസെൻറ്റേജ്, ഡെപ്റ്റിൽ ഇത്ര, ഗോൾഡിൽ ഇത്ര, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നില്ല. കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, നമുക്ക് മനസ്സിലാക്കിയിരിക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ ആർബിട്രേജ് എന്ന് പറയുന്ന ഫണ്ട് അത് അത്ര പ്രാധാന്യമുള്ള ഒരു ഫണ്ടല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ കുറേ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ കുറേ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ റിട്ടേൺ നമുക്ക് കിട്ടില്ല പിന്നെ നമുക്ക് ഇതിൽ ലോസ് വരാനുള്ള സാധ്യതയില്ല. ഈ ആർബിട്രേജിൽ ലോസ് വരാനുള്ള സാധ്യത വളരെ 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 നെഗ്ലിജിബിൾ. അപ്പോൾ അതിന് പകരമായിട്ട് ഡെപ്റ്റ് ഫണ്ടുകളിൽ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്ന് ചെയ്തു എന്ന് പ്രാക്ടിക്കലി നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു സ്ഥലത്ത് വിൽക്കും, അതേ സാധനം മറ്റൊരു സ്ഥലത്ത് വാങ്ങും. അതാണ് ആർബിട്രേജ് ഫണ്ടുകൾ. ഒരു എക്സ്ചേഞ്ചിൽ വിറ്റിട്ട് മറ്റൊരു എക്സ്ചേഞ്ചിൽ വാങ്ങുന്ന. അപ്പോൾ അത് ഓവർ പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് അലോക്കേഷനാണ് ഈ പേജിൽ നമ്മൾ കാണുക. ഇപ്പോൾ ലിക്വിഡ് ഫണ്ടിൽ 16.6%, ബാങ്കിങ് ആൻഡ് PSUവിൽ 24.8%, ഗിൽറ്റ് ഫണ്ടിൽ 13.9%, കോർപ്പറേറ്റ് ബോണ്ടിൽ 28.1%, മണി മാർക്കറ്റിൽ 16.6% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ XIRRും അബ്സല്യൂട്ട് റിട്ടേണും നമുക്ക് കാണാനായിട്ട് സാധിക്കും. റീസെൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ വലിയ റിട്ടേൺസ് നമുക്ക് ഇവിടെ ഇല്ല. അല്ലെങ്കിലും ഇതിൽ വലിയ റിട്ടേൺസ് കിട്ടുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു 6 to 8 to 10 വരെയൊക്കെ പ്രതീക്ഷിക്കുക കേട്ടോ. 6 to 10 പലതിനും പല റിട്ടേൺ ആണ് കിട്ടുക. അപ്പോൾ 6 to 10% റിട്ടേൺ ആണ് ഈ ഒരു കാറ്റഗറിയിൽ കിട്ടുക. ഇതിലും ഒരു ഐഡിയലായിട്ട് എടുക്കുകയാണെങ്കിൽ 7% പ്രതീക്ഷിച്ചാൽ മതി. 8 കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും മറ്റുമൊക്കെ അനുസരിച്ചിട്ട് ഇതിലെ റിട്ടേൺസിൽ വ്യത്യാസം വരും. എന്നാലും വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇത്. വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ളതാണ്, അത് ഓർക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ ഫണ്ടുകളൊക്കെ STPയിലേക്ക് പരിഗണിക്കാവുന്നതാണ്. അതായത് ഇതിൽ നിന്ന് ഹൈ റിസ്ക് ഉള്ള ഫണ്ടിലേക്ക് മാറ്റുക എന്നുള്ളത്. ഇത് പ്രായം കുറഞ്ഞവർ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഇപ്പോൾ പ്രായം കുറഞ്ഞിട്ടുള്ളവർ കുറച്ച് സെക്യൂരിറ്റിക്കും എമർജൻസി ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ടുകൾ നമുക്ക് ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റാം. എന്നാൽ പ്രായം കൂടിയവർ നേരെ തിരിച്ചായിരുന്നത്. ഹൈ റിസ്ക് ഉള്ള ഫണ്ടല്ലേ ചെറുപ്പകാലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കണമല്ലോ. അപ്പോൾ ഹൈ റിസ്ക് ഉള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രായം കൂടും തോറും ഹൈ റിസ്കിൽ നിന്ന് റിസ്ക് കുറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള ലിക്വിഡ് ഫണ്ടുകളിലേക്ക് അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് STP ചെയ്യാൻ പറ്റും. ഹൈ റിസ്ക് ഫണ്ടിൽ നിന്ന് ഫണ്ട് റിസ്ക് കുറഞ്ഞിട്ടുള്ള ഡെപ്റ്റിലേക്ക് മാറ്റുന്നു. ഇവിടെയും നമ്മൾ എന്താണ് ചെയ്യുന്നത്? STP തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിൽ ഈ ഫണ്ട് ആയതിനു ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് മാസം 50,000 രൂപ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് SWP ചെയ്യാം. അത് ഈ ഡെപ്റ്റ് ഫണ്ടിൽ നിന്ന് SWP ചെയ്യുക. അത് എല്ലാ ഫണ്ടിൽ നിന്നും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇനിയിപ്പോൾ അടുത്ത പേജ് ഉണ്ടോ എന്ന് നോക്കട്ടെ. AMC സമ്മറിയാണ്. കാരണം നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം അല്ലേ. അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ ഏതൊക്കെ AMCകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 100%ഉം ഒരു AMCയിൽ തന്നെ ചെയ്യുന്നത് നല്ലതാണോ? നോ, അല്ല, ഒരിക്കലുമല്ല. ഞാൻ പറയുന്നത് ഒരു AMCയിൽ ഒരു 20% അല്ലെങ്കിൽ 25% മുകളിലാവരുത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ 2 ഫണ്ട് ചെയ്യുന്നവരുണ്ട്, അവർക്ക് ഒരു AMCയിൽ 50% വെച്ചിട്ട് ചെയ്യാം. 4 ഫണ്ടിൽ ചെയ്യുന്നവർ ഒരു AMCയിൽ 25% വെച്ചിട്ട് ചെയ്യാം. അതിൽ കൂടുതൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഒരു AMCയിൽ 20% അങ്ങനെയൊക്കെ മതി. മാക്സിമം അത്രയൊക്കെ മതി. ഇത് ഓരോരുത്തരുടെയും ഉചിതം പോലെ ഇരിക്കും. എന്നാലും ഫുൾ പൈസയും ഒരു AMCയിൽ തന്നെ ഇടുന്നത് നല്ലതല്ല. ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇടുന്നതാണ് നല്ലത്. നമുക്കിവിടെ കാണാൻ പറ്റും. മോട്ടിലാൽ ഓസ്വാൾ മ്യൂച്വൽ ഫണ്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. രണ്ടാമത് നിപ്പോൺ പേഴ്സൻറ്റേജ് കാണാം. മൂന്നാമത് ICICI പ്രുഡൻഷ്യൽ, ടാറ്റ, HDFC, പിന്നെ അതേഴ്സാണ്. അപ്പോൾ ടോപ്പ് ഇതിൽ നിൽക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ അതേഴ്സിലുണ്ട്. ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്പർ 11 കാണാൻ പറ്റും. പക്ഷേ ഇതല്ല, പേജുകൾ ഇനിയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പേജിൻ്റെ ഈ ഒരു സമ്മറി, ഈ സംഭവമാണ് എടുത്തേക്കുന്നത്. ഇത് ഈ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. നമ്മൾ പല സെക്യൂരിറ്റീസ് വൈസും മ്യൂച്വൽ ഫണ്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലസ് AMC വൈസും നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ലെങ്തി ആണെങ്കിലും മര്യാദയ്ക്ക് സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് ഇത് ഉപകാരപ്രദമാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയില്ലാത്ത കുറേ പോയിൻറ്റ്സ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഒരു പോയിൻ്റെങ്കിലും ഉണ്ടാവും, നന്നായിട്ട് അറിയുന്ന ആളാണെങ്കിൽ പോലും. അപ്പോൾ ഈ റിപ്പോർട്ട് എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ വേണ്ടേ തീരുമാനിക്കാൻ, അല്ലേ? നമ്മുടെ കാര്യം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക. ഇതിൽ എവിടെയൊക്കെ എത്രയൊക്കെ പേഴ്സൻറ്റേജ് അലോക്കേഷൻസ് വേണമെന്നുള്ളത്
നമ്മൾ തന്നെ തീരുമാനിക്കുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് അലോക്കേഷൻ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാകുമ്പോൾ മാർക്കറ്റിൽ വരുന്ന മൈനർ കറക്ഷൻസിലൊന്നും നമ്മുടെ പോർട്ട്ഫോളിയോ താഴെ പോവില്ല. താഴെ പോവില്ലെന്നല്ല, ഇക്വിറ്റി ഉള്ളതുകൊണ്ട് ഇക്വിറ്റി ഉണ്ടെങ്കിൽ എന്തായാലും താഴെ പോകും. പക്ഷേ ലോസ് ഉണ്ടാവാതെ ഇരിക്കുക, അതാണ് മെയിൻ കാര്യം. ഇപ്പോൾ പരാഗ് പരീക്ക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടൊക്കെ നിങ്ങൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ടാവൂലേ, മാർക്കറ്റ് താഴേക്ക് പോയിട്ട് ഈ ഫണ്ട് താഴേക്ക് പോയില്ല എന്നുള്ള വാർത്ത. ഇൻ്റർനാഷണൽ ഫണ്ടുകളിലും ഗോൾഡിലും ഒക്കെ അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇക്വിറ്റിയിലുള്ള പോലെ തന്നെ. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ആ ഫണ്ട് ഭയങ്കര റിട്ടേൺ അല്ലായിരുന്നേ, ഒരു ഡീസൻറ്റ് റിട്ടേൺ ആ ഫണ്ട് തന്നിട്ടുണ്ട്, നല്ല റിട്ടേൺ തന്നെ തന്നിട്ടുണ്ട്. ഫ്യൂച്ചറിൽ അത്രയും കിട്ടുമോ എന്നുള്ളത് അറിയില്ല, കാരണം AUM ഒക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. എനിവേ ഞാൻ ഈ പോയിൻ്റ് പറയാൻ വേണ്ടി പറഞ്ഞാണ്. ആ ഫണ്ടിനെ തന്നെ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടാണ്. അപ്പോൾ ആ ഫണ്ടിനെ തന്നെ ഇതാക്കാൻ പറഞ്ഞല്ല. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ ലോസിലാകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാനായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. എന്തായാലും നിങ്ങളെ മാക്സിമം ഞാൻ ബോറടിപ്പിച്ചിട്ടുണ്ട്. പഠിക്കുന്നത് എപ്പോഴും ഒരു ബോറടിയാണ്. സ്കൂളിൽ പോകാനൊന്നും അങ്ങനെ ചെറുപ്പത്തിൽ ആർക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലായിരുന്നു, എനിക്കും വലിയ മടിയായിരുന്നു. അത് അങ്ങനെയാണത്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. മ്യൂച്വൽ ഫണ്ടിനെ ഒരു പ്രധാന വരുമാനമായിട്ട് അല്ലെങ്കിൽ വരുമാന മാർഗമായിട്ട് കൺസിഡർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ പ്രയോജനപ്പെടും. അല്ലാത്തവർ ഇത് കാണുക പോലുമില്ല, എനിക്കറിയാം അത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടുകളും മറ്റുമൊക്കെ എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അസറ്റ് പ്ലസിൻ്റെ അടക്കമുണ്ട് കേട്ടോ, നമ്മൾ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തേക്കാം അസറ്റ് പ്ലസിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻഫോർമാറ്റീവ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.